പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോൺ സ്ട്രോമൻ എന്ന് പറയുന്ന മുൻ WWE യൂണിവേഴ്സൽ ചാമ്പ്യനെ സംബന്ധിച്ചാണ്. ബ്രോൺ സ്ട്രോമനെ WWE അവസാനമായി കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്തത് ഈ ഒരു വർഷം മെയ് മാസത്തിൻ്റെ തുടക്കത്തിലാണ്. ഇതിനു മുൻപ് 2021 ബ്രോൺ സ്ട്രോമനെ കമ്പനി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രിപ്പിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡായതിനു ശേഷം ബ്രോൺ സ്ട്രോമനെ തിരികെ കൊണ്ടുവന്നു. പക്ഷേ തിരികെ കൊണ്ടുവന്നിട്ടും രണ്ടാമത്തെ വട്ടം ഈ ഒരു വർഷം പുറത്താക്കിയപ്പോൾ ബ്രോൺ സ്ട്രോമിൻ്റെ റെസ്ലിംഗിലെ ഭാവി എന്ത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. അതിനുശേഷം റെസ്ലിംഗ് കമ്പനികളിലൊന്നും ബ്രോൺ സ്ട്രോമൻ സൈൻ ചെയ്യാനോ റെസ്ലിംഗ് മത്സരങ്ങളിൽ കളിക്കാനോ അദ്ദേഹം വലിയൊരു താല്പര്യം കാണിച്ചിരുന്നില്ല. ബ്രോൺ സ്ട്രോമിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അദ്ദേഹം ചില സിനിമകളുടെ ഭാഗമായിട്ടുള്ള ചില റോളുകൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഭാവിയിൽ വരാൻ പോകുന്ന സിനിമകളിലേക്ക് അദ്ദേഹത്തിൻ്റെ റോളുകളൊക്കെ അദ്ദേഹം ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റോള്, ഒരു വില്ലൻ റോളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ബ്രോൺ സ്ട്രോമൻ ആ സിനിമയുടെ റോൾ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും സിഗ്നേച്ചർ എന്ന് പറയാൻ സാധിക്കുന്ന ആ ഒരു താടി തന്നെ ഷേവ് ചെയ്ത് കളയാൻ തയ്യാറാണെന്നും ഈ കഴിഞ്ഞ ലാറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ ബ്രോൺ സ്ട്രോമൻ സെമി റിട്ടയർഡ് റെസ്ലറാണ് എന്നുള്ളതും 2 ദിവസം മുൻപത്തെ ഇൻ്റർവ്യൂവിൽ വെച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് റെസ്ലിംഗ് റിംഗിൽ നിലവിൽ കയറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും ഇപ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു നടൻ എന്ന നിലയിൽ തൻ്റെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും ബ്രോൺ സ്ട്രോമൻ ഇൻ്റർവ്യൂവിൽ വെച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ബ്രോൺ സ്ട്രോമൻ ആഗ്രഹിക്കുന്നത് WWE ഒരു തിരിച്ചറിവിൽ മാത്രമേ റെസ്ലിംഗ് റിംഗിലേക്ക് കയറൂ എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരിക്കും. പക്ഷേ നിലവിൽ ട്രിപ്പിൾ എച്ച് ബ്രോൺ സ്ട്രോമനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളൊന്നും നടത്തുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ബ്രോൺ സ്ട്രോമൻ എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന മൊമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ AJ സ്റ്റൈൽസിനെ സംബന്ധിച്ചാണ്. AJ സ്റ്റൈൽസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഇൻ്റർവ്യൂ പങ്കുവെക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ വെച്ച് AJ സ്റ്റൈൽസ് പറഞ്ഞ ഒരു പോയിന്റ് അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി. AJ സ്റ്റൈൽസ് 2026 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളത് AJ സ്റ്റൈൽസ് വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. AJ സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതും വളരെ വ്യക്തമായി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് തന്നെ AJ സ്റ്റൈൽസ് ആയിട്ട് കാണികളും ആരാധകരും കാണാത്ത ഒരു സമയത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അതിനു മുൻപേ തൻ്റെ ആ ബോഡി, ശരീരമൊക്കെ വീക്കാകുന്നതിന് മുൻപേ താൻ റെസ്ലിംഗ് റിംഗിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് 2026 എന്ന് പറയുന്ന ഒരു വർഷം താൻ തിരഞ്ഞെടുത്തത് എന്നാണ് AJ സ്റ്റൈൽസ് പറയുന്നത്. AJ സ്റ്റൈൽസ് എന്ന താരത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു ഒരു പ്രതിഭാസം എന്ന നിലയിലൊരു താരമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വീക്കാകാൻ, അദ്ദേഹത്തിൻ്റെ മൂവ്സൊക്കെ ചെയ്യാനുള്ള ഒരു സ്പീഡ് കുറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ, അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ക്യാരക്ടറിനെ നല്ല രീതിയിൽ ബാധിക്കും. അതിനു മുൻപേ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് AJ സ്റ്റൈൽസ് എന്ന താരം എങ്ങനെയായിരുന്നു ഒരു ആരാധകൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, അതേ ഒരു കഥാപാത്രത്തെ നിർത്തിക്കൊണ്ട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണ് AJ സ്റ്റൈൽസ് ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അദ്ദേഹം റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാരണമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും WWEയിൽ തന്നെ താൻ ആക്റ്റീവായിരിക്കും എന്നുള്ളതും AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്. ബാക്ക് സ്റ്റേജിൽ യങ് ടാലൻസിനെ, യുവതാരങ്ങളെ അവരെ പുഷ് ചെയ്ത് കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനും മത്സരങ്ങളുടെ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാനും അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്നുള്ളതും ഇൻ്റർവ്യൂവിൽ വെച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. AJ സ്റ്റൈൽസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഓർമ്മകൾ അതൊക്കെ ഇന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിനെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്, റോമൻ റീൻസ് ക്രൗൺ ജുവൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവൈവർ സീരീസ് 2025 മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഒഫീഷ്യൽ റെസൽമേനിയ 42 പോസ്റ്റർ പുറത്തേക്ക് വിട്ടപ്പോൾ അവിടെ OTC റോമൻ റീൻസ് എന്ന സൂപ്പർ താരത്തിൻ്റെ ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റെസൽമേനിയയിലേക്ക് അവർ പുഷ് ചെയ്യാൻ പോകുന്ന വൺ ഓഫ് ദ മാർക്കി മത്സരങ്ങളിൽ ഒന്ന് അത് റോമൻ റീൻസിൻ്റേതായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കൂടാതെ റോമൻ റീൻസിൻ്റെ മത്സരം അതൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം ആയിരിക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്നുള്ള ഒരു റൂമർ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. റെസൽമേനിയ 2 ദിവസമായിട്ടാണ് നടത്തുന്നത്. അതിൽ ഏതെങ്കിലും ഒരു റെസൽമേനിയയുടെ മെയിൻ ഇവൻറ്റ് റോമൻ റീൻസിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും എന്നുള്ളതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗ് പ്ലാനുകൾ തന്നെയാണ് റെസൽമേനിയ 42 സംബന്ധിച്ച് റോമൻ റീൻസിൻ്റെ മുന്നിലുള്ളത്. റോമൻ റീൻസ് ഏത് ചാമ്പ്യൻഷിപ്പിന് ഏത് റെസ്ലറിനെതിരെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നൊന്നും ഉറപ്പായിട്ടില്ല. പക്ഷേ റെസൽമേനിയ 42 WWE മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റോമൻ റീൻസ് എന്ന് പറയുന്ന താരത്തെ തന്നെ ആയിരിക്കും എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നാലാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് മറ്റൊരു സൂപ്പർ താരമായ നമ്മുടെയൊക്കെ ഇഷ്ടതാരമായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലർ കൂടിയായ ജോൺസണയെ സംബന്ധിച്ചാണ്. ജോൺസണയുടെ കരിയറിൽ ഇനി 2 കാര്യങ്ങൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൽ ഒന്ന്, ജോൺസണയുടെ കരിയറിലെ അവസാന WWE മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത്, ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ജോൺസന ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്ന വലിയ അച്ചീവ്മെൻറ്റിലേക്ക് എത്തുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് ജോൺസണയ്ക്ക് സ്വന്തമാക്കാൻ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഒഴിവ് മാത്രമേ സിനയുടെ കരിയറിൽ ഉള്ളൂ. അദ്ദേഹം അതൊക്കെ നേടിയെടുക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് അത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലൊരു റൂമർ കറങ്ങി നടക്കുന്നുണ്ട്. ജോൺസണയുടെ ഇനി ബാക്കിയുള്ള 5 ഡേറ്റുകളിൽ മാത്രമാണ് ജോൺസന ഇനി വരുന്നത്. ആ 5 ഡേറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനും യുവതാരവുമായ റെയ് മിസ്റ്റീരിയോയുടെ മകനായ ഡൊമിനിക്കിനെതിരെ ജോൺസന മത്സരിച്ചേക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് ഡൊമിനിക്കിൻ്റെ കൈവശമാണ് ആ IC ടൈറ്റിൽ എന്നുണ്ടെങ്കിൽ ആ മത്സരം ചാമ്പ്യൻഷിപ്പിനാകാനും ജോൺസന ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകാനുമുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതും ഈ ഒരു റൂമേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോൺസണയുടെ അവസാന എതിരാളിയായിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോ വരുമോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ ഇനി ബാക്കിയുള്ള 5 ഡേറ്റ്സിൽ അതിൽ ഒന്ന് ഡൊമിനിക് മിസ്റ്റീരിയോക്കെതിരെയുള്ള മത്സരമായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മിക്കവാറും ഒരു റോ എപ്പിസോഡിൽ വെച്ചിട്ട് നടത്താനായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഡൊമിനിക്കിനെ സംബന്ധിച്ച് ജോൺസണെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തെ റിട്ടയർമെൻറ്റിലേക്ക് പോകുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് കെട്ടുക എന്ന് പറയുന്നത് അതൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡൊമിനിക്കിന് ഇപ്പോൾ വലിയൊരു സപ്പോർട്ട് ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ അദ്ദേഹം ഒരു വില്ലൻ ആണെങ്കിൽ പോലും കാണികൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഡൊമിനിക്കിന് ജോൺസന എന്ന് പറയുന്ന സൂപ്പർ താരത്തെ എതിരാളിയായിട്ട് കിട്ടുമ്പോൾ ഡൊമിനിക്ക് പരാജയപ്പെട്ടാലും അദ്ദേഹത്തിന് അതൊരു പൊൻതൂവലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ. ജോൺസണയെ സംബന്ധിച്ച് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും കൂടി ആയാൽ റെസ്ലിങ്ങിലെ അല്ലെങ്കിൽ WWE തന്നെ എല്ലാതും സ്വന്തമാക്കുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായിട്ട് ജോൺസണയ്ക്ക് മാറാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.